ഒരു മന്ത്രി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. ഞാൻ സിവിൽ സപ്ലൈസ് മന്ത്രിയല്ല, പക്ഷെ ഞാൻ പെട്രോളിയം മന്ത്രിയാണ്. പുറത്ത് പത്രക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, സംസാരിച്ചു. കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. പുറത്തിറങ്ങി അദ്ദേഹം എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങളെല്ലാം പത്രങ്ങളിൽ കൂടെയും ടി വിയിലൂടെയും കണ്ടു കാണും. മുഴുവൻ നുണയായിരുന്നു. അങ്ങനെയാണോ ഒരു എം എൽ എക്ക് അത് ചെയ്യാം? മന്ത്രി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഞാനിവിടെ പ്രചരണം നടത്തുന്ന ഏതെങ്കിലും യോഗത്തിൽ വന്ന് ഇതിന് മറുപടി പറയട്ടെ. അത് രാഷ്ട്രീയ ധർമ്മമായിരിക്കും, പക്ഷെ ഭരണത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ അത് ധർമ്മമാവില്ല ഒരിക്കലും. നമസ്കാരം. മന്ത്രി GR അനിലിനെതിരെ ഗുരുതര പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലാണ് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നത്. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളിലേക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു അസത്യം, അധർമ്മം ഞാൻ പറയാൻ പാടില്ല. ഒരു മന്ത്രി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. ഞാൻ സിവിൽ സപ്ലൈസ് മന്ത്രിയല്ല, പക്ഷെ ഞാൻ പെട്രോളിയം മന്ത്രിയാണ്. അദ്ദേഹം വരുന്നു, ഞാൻ കേൾക്കുന്നു. പുറത്ത് പത്രക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, സംസാരിച്ചു. കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. പുറത്തിറങ്ങി അദ്ദേഹം എന്ത് വർത്തമാനമാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങളെല്ലാം പത്രങ്ങളിൽ കൂടെയും ടി വിയിലൂടെയും കണ്ടു കാണും. മുഴുവൻ നുണയായിരുന്നു. ഞാനൊന്ന് ഇവിടെ എത്താൻ പറ്റാഞ്ഞിട്ടും നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇത് ഉറച്ച വിജയമായിരിക്കണമെന്ന് എൻ്റെ നിർബന്ധമാണ്. കഴിഞ്ഞ ഒരു 5-6 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പെരുത്ത നുണയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണോ ഒരു എം എൽ എക്ക് അത് ചെയ്യാം? മന്ത്രി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഞാനിവിടെ പ്രചരണം നടത്തുന്ന ഏതെങ്കിലും യോഗത്തിൽ വന്ന് ഇതിന് മറുപടി പറയട്ടെ. അങ്ങനെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നത് ചീറ്റ്സ് എന്നല്ല, ട്രൈറ്റേഴ്സ് എന്നായിരിക്കണം. അത് തന്നെയാണ് അതിനുള്ള മറുപടി. ഇതിനു മുമ്പ് മണ്ണെണ്ണ വിഷയത്തിലും ചെയ്തിട്ടുണ്ട്. ഞാൻ മണ്ണെണ്ണ വിഷയത്തിലുള്ള നുണ അറിയണമെങ്കിൽ നാഷണൽ ഡേറ്റ നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിന് അവകാശപ്പെട്ടതിൻ്റെ ഏകദേശം ഇരട്ടിയോളമാണ് നൽകിയത്. എന്നിട്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് നുണയെന്ന് പറയുന്ന മണ്ണെണ്ണ ഒഴിച്ച് കലക്കിയത് ഇതേ വ്യക്തി. അത് രാഷ്ട്രീയ ധർമ്മമായിരിക്കും, പക്ഷെ ഭരണത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ അത് ധർമ്മമാവില്ല ഒരിക്കലും. ഞാൻ എൻ്റെ ഇലക്ഷനിൽ പോലും സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ ഇതിവിടെ പറഞ്ഞ് ഈ മണ്ഡലത്തെ മുഴുവൻ അറിയിക്കുക. ഇനി ഞാൻ അവിടെ ഇത് ഉന്നയിക്കത്തില്ല. ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഒരു ചാനലിൻ്റെ മുമ്പിൽ ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുക, എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്ക് ഞാൻ എന്താണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി 28 മുഖ്യമന്ത്രിമാരെടുത്ത്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസിനെയും 8 യൂണിയൻ ടെറിട്ടറികളെയും അറിയിച്ചു കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതൊരു പ്രധാനമന്ത്രിയാണ്. അതിൻ്റെ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി ബോംബിട്ടത് ഭാരതമല്ല. യുദ്ധം പല ഭാഗങ്ങളിലുണ്ടാവുന്നില്ലേ? കശ്മീരിൽ വന്ന് ജാതി പറഞ്ഞ് കൊന്ന് ഒടുക്കിയത്തോ നമ്മളതിനെ തിരിച്ചടിച്ചില്ലേ? അത് യുദ്ധത്തിലേക്ക് പോകാതെ നിയന്ത്രിച്ചതും നമ്മളല്ലേ? അവരെ തിരിച്ചടിച്ചതിനും പ്രതിപക്ഷം നമ്മളെ എന്താണ് പറഞ്ഞത്? എന്നിട്ട് ആ തിരിച്ചടി നിർത്തി യുദ്ധത്തിലേക്ക് പോകാതെ പാകിസ്ഥാനിലെ ജനതയുടെ കരുതൽ എന്ന് പറയുന്ന വൈകാരികത
മുഴപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അമേരിക്കനെ വിളിച്ച് പറഞ്ഞിട്ടാണ് നിർത്തിയതെന്ന്. അങ്ങനെയുള്ള വർഗങ്ങൾ എന്ന് പറയാവുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ മാത്രമാണ് യുവരാജനെ എതിർത്ത് നെടുമങ്ങാട്ട് നിൽക്കുന്നത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്നത് എല്ലാം ആ വർഗ ബോധമുള്ള ആൾക്കാരാണെന്ന് കേരളം മനസ്സിലാക്കിയാൽ നന്ന്.